റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഫോളോവിങ് ട്രയൽ ബാലൻസ് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രോം ദ ബുക്സ് ഓഫ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആസ് ഓൺ 31 മാർച്ച് 2018. അതായത് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ 31 മാർച്ച് 2018 ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ഡീറ്റെയിൽസ് ആണ്. അതുപ്രകാരമുള്ള ഒരു ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ റവന്യൂ അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം ഈ പ്രോബ്ലം ഒരു നല്ല പ്രോബ്ലമാണ് പഠിക്കാൻ. നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് നോക്കാം. ഷെയർ ക്യാപിറ്റലാണ് ആദ്യം തന്നിട്ടുള്ളത്. നമുക്കറിയാം 5ാം ഷെഡ്യൂളാണ്, ക്യാപിറ്റൽ ഷെഡ്യൂളിൽ പോകുന്നതാണ്. ലൈഫ് അഷുറൻസ് ഫണ്ടാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ സോഴ്സസ് ഓഫ് ഫണ്ട്സിൽ പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കാൻ എടുക്കുന്നതാണ് ലൈഫ് അഷുറൻസ് ഫണ്ട്. ഇതിൻ്റെ കൂടെ ഈ ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ കൂടെ വേണം നമുക്ക് ബാലൻസ് ഇൻ റവന്യൂ അക്കൗണ്ട് ആഡ് ചെയ്ത് പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് കണ്ടുപിടിക്കാൻ. ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ്, അപ്പം മറക്കണ്ട, ഇത് റവന്യൂ അക്കൗണ്ടിലൂടെ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് കേട്ടോ. ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ് ഡെബിറ്റ് സൈഡാണ്, ഈ എക്സ്പെൻസ് ആണ്. ഇത് റവന്യൂ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ആണ്. പ്രീമിയം റിസീവ്ഡ് ഇൻകം ആണ്. അപ്പോൾ നമുക്കറിയാം പ്രീമിയം റിസീവ്ഡ് നമ്മുടെ 1ാം ഷെഡ്യൂളാണ്. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന 1ാം ഷെഡ്യൂൾ, പ്രീമിയം ഷെഡ്യൂളിൽ കാണിക്കേണ്ടതാണ് പ്രീമിയം റിസീവ്ഡ്. ക്ലെയിംസ് പെയ്ഡ് നമുക്കറിയാം ബെനഫിറ്റ്സ് പെയ്ഡ് നമ്മുടെ 4ാം ഷെഡ്യൂളിൽ പെടുന്നതാണ്. കമ്മീഷൻ എന്ന് പറയുന്ന 2ാം ഷെഡ്യൂളാണ്. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് 2ാം ഷെഡ്യൂളിൽ വരുന്നു. മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതും ഡെബിറ്റ് ചെയ്യണ എക്സ്പെൻസ് ആണ്. അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന 3ാം ഷെഡ്യൂളിലാണ് നമ്മൾ കാണിക്കുന്നത്, 3ാം ഷെഡ്യൂളിൽ. നെക്സ്റ്റ് മോർഗേജസ് ഇൻ ഇന്ത്യ നമുക്കറിയാം ലോൺസ് ആണ്. ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോൺസ് എന്ന് പറയുന്ന നമ്മുടെ 9ാം ഷെഡ്യൂളിൽ കാണിക്കേണ്ടതാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഇത് ബാലൻസ് ഷീറ്റിൽ വരുന്നതല്ല, പകരം റവന്യൂ അക്കൗണ്ടിലെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻകം പാർട്ടിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ്. ഏജൻസ് ബാലൻസ് ഡെബിറ്റിലാണ് എമൗണ്ട് കിടക്കുന്നത്, കൊണ്ട് ഇത് അസറ്റാണ്. അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിൽ വരും. ഫ്രീ ഹോൾഡ് പ്രിമൈസസ് ഫിക്സഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ 10ാം ഷെഡ്യൂൾ. ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ 8ാം ഷെഡ്യൂളിൽ വരും. ലോൺസ് ഓൺ കമ്പനീസ് പോളിസീസ് ലോൺ ആണ്, അത് 9ാം ഷെഡ്യൂളിലാണ് വരുന്നത്. ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ് ക്യാഷ് ആണ്, അതുകൊണ്ട് തന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഷെഡ്യൂളുണ്ട് 11ാം ഷെഡ്യൂൾ, അതിവിടാണ് വരുന്നത്. ഇത് ക്യാഷ് ഇൻ ലാൻഡ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്, ലാൻഡ് അല്ല ഹാൻഡ് ആണ് കേട്ടോ. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് കറണ്ട് അക്കൗണ്ട്, അപ്പം കയ്യിലുള്ളതും അക്കൗണ്ടിലുള്ളതുമാണ്. അതുകൊണ്ട് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന അസറ്റ് ഷെഡ്യൂളിൽ വരും അല്ലേ. സറണ്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബെനഫിറ്റ്സ് പെയ്ഡ് ആണ്, കൊടുക്കേണ്ട തുകയാണ്. അതുകൊണ്ട് ബെനഫിറ്റ്സ് പെയ്ഡ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന 4ാം ഷെഡ്യൂളിൽ സറണ്ടേഴ്സ്. ഡിവിഡൻഡ് പെയ്ഡ് ഇത് ഒരു എക്സ്പെൻസ് ആണ്, റവന്യൂ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐറ്റം വരുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനൊക്കെയാണ് ഡെബിറ്റ് കോളം വരുന്നത്, ഡെബിറ്റിൽ എമൗണ്ട് വരുന്നത് ചോദിച്ചാൽ എക്സ്പെൻസിനും അതുപോലെ തന്നെ അസറ്റും ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഡെബിറ്റ് കോളത്തിലായിരിക്കും വരുന്നത്. എക്സ്പെൻസുകൾക്കും അസറ്റിനും എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ വരും. പിന്നെ ക്രെഡിറ്റിൽ വരുന്ന ഏതിനൊക്കെയാണ്, എന്തെങ്കിലും ഇൻകം ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റിൽ വരും. ലൈബിലിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ എമൗണ്ടും ക്രെഡിറ്റിൽ വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റാതിരിക്കും, ആ ഒരു ധാരണ കൂടെ ഉണ്ടെങ്കിൽ. ഏതെങ്കിലും ഒരു ഐറ്റം എന്താണെന്നൊരു ഉറപ്പില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്ന ബാലൻസ് വരുന്ന എവിടെയാണെന്ന് നോക്കുക. എക്സ്പെൻസ് ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഡെബിറ്റ് ആയിരിക്കും, ഏതെങ്കിലും ഒരു അസറ്റ് ആണെങ്കിൽ അതും ഡെബിറ്റിലായിരിക്കും. ഇൻകം ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റിലായിരിക്കും, ലൈബിലിറ്റി ആണെങ്കിലും ക്രെഡിറ്റിൽ തന്നെ എമൗണ്ട് വരും. ഓക്കെ, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ the revenue account for the year ended 31st March 2018 and its balance sheet as on that date after considering the following additional informations. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തരുമ്പോൾ ഓർത്തോണം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ 2 സ്ഥലത്ത് വരുമെന്ന് ഓർത്തോണം കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലെയിം അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്, ഇതെന്താ, ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ആണ്. അപ്പോൾ എന്താ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, എന്താ, ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്, ക്ലെയിം കൊടുക്കാനുള്ളതാണ്.
അപ്പോൾ അറിയാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അതായത് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 4-ാം ഷെഡ്യൂൾ ബെനിഫിറ്റ്സ് പെയ്ഡിൽ ക്ലെയിം വരും. ആ ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. പിന്നീട് ഇത് ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കൊടുക്കാനുള്ള തുക ആയതുകൊണ്ട് തന്നെ ഇത് കറണ്ട് ലൈബിലിറ്റീസിലും വരും. അപ്പോൾ 2 സ്ഥലത്ത് വന്നു. മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ഡ്യൂ, മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന ഷെഡ്യൂളിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എക്സ്പെൻസിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. ഇത് ഈ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ, അതായത് കൊടുക്കാനുള്ള തുക ആയതുകൊണ്ട് തന്നെ ഇത് കറണ്ട് ലൈബിലിറ്റീസിലും വരും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇൻട്രസ്റ്റ് അക്രൂഡ്, ഇൻട്രസ്റ്റ് കിട്ടാനുള്ളതാണ്. അപ്പോൾ അത് റവന്യൂ അക്കൗണ്ടിൽ ഒരു പ്രധാനപ്പെട്ട ഇൻകമാണ്. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണിക്കുന്നതാണ്. സോ ഓൾറെഡി അങ്ങനെ ഒരു ഐറ്റം നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്. അപ്പം റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റിൻ്റെ കൂടെ ഈ കിട്ടാനുള്ള ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കാണിക്കണം റവന്യൂ അക്കൗണ്ടിൽ. പിന്നെ ഇത് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു അസറ്റാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിൽ കാണിക്കണം. നെക്സ്റ്റ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇൻകമാണ്, ഇൻകം കിട്ടാനുണ്ട്. അപ്പം പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ആണ്. അപ്പം പ്രീമിയം ഷെഡ്യൂളിൽ പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. പിന്നെ ഇത് പ്രീമിയം കിട്ടാനുണ്ട്, കിട്ടാനുള്ള തുക ആയതുകൊണ്ട് തന്നെ അതൊരു അസറ്റാണ്, അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിൽ വരും. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ട്രയൽ ബാലൻസിൽ വരുന്നത് കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നുള്ളൂ. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ 2 എഫക്റ്റ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ഇത് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം, റവന്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. പിന്നീട് പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയും ചെയ്യണം. അപ്പോൾ റവന്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, പിന്നെയോ പ്രീമിയത്തിൻ്റെ കൂടെ പ്രീമിയം ഷെഡ്യൂളിൽ ആഡ് ചെയ്ത് കാണിക്കണം. ക്ലെയിംസ് അണ്ടർ റീഇൻഷുറൻസ്, അപ്പം റീഇൻഷുറൻസ് ക്ലെയിമാണ്. അപ്പോൾ റീഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള ക്ലെയിമാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്ലെയിം ആയതുകൊണ്ട് തന്നെ ക്ലെയിം എല്ലാം വരുന്ന ഷെഡ്യൂൾ നിങ്ങൾക്കറിയാം, ബെനഫിറ്റ്സ് പെയ്ഡ് 4-ാം ഷെഡ്യൂൾ, റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന 4-ാം ഷെഡ്യൂൾ, അവിടെയാണ് ഇത് വരുന്നത്. പക്ഷേ അത് ബെനഫിറ്റ്സ് പെയ്ഡ് ആണ്, ക്ലെയിം കൊടുക്കുന്നതെല്ലാമാണ് അവിടെ വരുന്നത്. ഇത് ക്ലെയിം കിട്ടുന്നതല്ലേ, അപ്പോൾ ആ കൊടുക്കുന്നതിൽ നിന്ന് ഈ കിട്ടുന്നത് ലെസ് ചെയ്ത് കാണിക്കുക. ചുരുക്കി പറഞ്ഞാൽ ക്ലെയിംസ് അണ്ടർ റീഇൻഷുറൻസ് ആ ഷെഡ്യൂളിൽ ലെസ് ചെയ്ത് കാണിക്കുക. പിന്നെ ഇത് കിട്ടാനുള്ള ക്ലെയിം ആയതുകൊണ്ട് തന്നെ ഇത് അസറ്റാണ്, ഇത് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിൽ കാണിക്കേണ്ടതായിട്ട് വരും നമ്മുടെ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഐറ്റംസ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി. ഇനിയും നമുക്ക് 1 മുതൽ 4 വരെയുള്ള ഷെഡ്യൂൾ വരയ്ക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റവന്യൂ അക്കൗണ്ട് വരയ്ക്കണം. ശേഷം 5 മുതൽ 15 വരെയുള്ള ഷെഡ്യൂൾ വരയ്ക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഇതിനു മുമ്പുള്ള പ്രോബ്ലവും തിയറിയൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ അപ്രോച്ച് ചെയ്യാവുള്ളൂ. ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് മനസ്സിലാവും. അതല്ല പെട്ടെന്ന് ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടത്തില്ല. കാരണം ഇതൊരു തുടർച്ചയാണ്, ആദ്യം തൊട്ടുള്ള കണക്കുകളുടെ തുടർച്ചയാണ്. അതുകൊണ്ട് അങ്ങനെ പഠിച്ചേ ഇതിൻ്റെ അകത്തോട്ട് വരാവുള്ളൂ. നമുക്ക് ആദ്യം റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഷെഡ്യൂളുകൾ വരയ്ക്കാം. ഫസ്റ്റ് ഷെഡ്യൂൾ പ്രീമിയം. നമുക്കിവിടെ പ്രീമിയം റിസീവ്ഡ് തന്നിട്ടുണ്ട്. ഇവിടെയും 1000-ൽ നമ്മൾ എടുത്തേക്കുവാണ്, റുപ്പീസ് ഇൻ 1000, 30 മുകളിൽ കാണിച്ചാൽ മതി. എന്നിട്ട് ആ 30 കളഞ്ഞിട്ടുള്ള തുകയെ നമ്മൾ ചോദ്യത്തിൽ നിന്ന് എടുക്കാവുള്ളൂ. 1000-ലാണ് തന്നിരിക്കുന്നത്, അപ്പം വിഷയമില്ല, നേരിട്ടെടുക്കാം. പ്രീമിയം റിസീവ്ഡ് 80,750. നമുക്കറിയാം അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് തന്നിട്ടുണ്ട്, ആഡ് ചെയ്യുക 5000. ഒപ്പം ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതും ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ 86,750 പ്രീമിയം ഷെഡ്യൂളിൻ്റെ ടോട്ടൽ. ഷെഡ്യൂൾ നമ്പർ 2 കമ്മീഷൻ. കമ്മീഷൻ പെയ്ഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നിട്ടുണ്ട്, 4,650. ആ ഐറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി 3-ാം ഷെഡ്യൂൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. നമുക്ക് ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂളിലേക്ക് പോവാം. അവിടെ ഒരേ ഒരു ഐറ്റം ഉള്ളൂ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് എക്സ്പെൻസസ്. മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ആണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് മാനേജ്മെൻറ്റ് എക്സ്പെൻസസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക 16,250. ഇനി ഒരു ഷെഡ്യൂളിലൂടെ വരച്ചാൽ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളതായി. ബെനഫിറ്റ്സ് പെയ്ഡ് അല്ലേ, ക്ലെയിംസ് പെയ്ഡ് തന്നിട്ടുണ്ട്, ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം അറ്റ് ദി എൻഡ് ആഡ് ചെയ്യുക. ഒപ്പം റീഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ ആണ്, കിട്ടാനുള്ളതാണ്, അത് ലെസ് ചെയ്ത് കാണിക്കുക.
ഇതെല്ലാം കൊടുക്കുന്നതാണ്, ഇത് കിട്ടുന്നതായതുകൊണ്ടാണ് അത് ലെസ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 1,01,850 ബെനഫിറ്റ്സ് പെയ്ഡ് എന്ന ഷെഡ്യൂളിൻ്റെ ടോട്ടൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ റവന്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ ആ ബാക്കി ഷെഡ്യൂളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങ് ഒരുമിച്ച് വരയ്ക്കുന്നതായിട്ട് കാണിക്കാവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 4 ഷെഡ്യൂൾ വരയ്ക്കണം. ആ 4 ഷെഡ്യൂൾ വരച്ചിട്ട് നേരെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം അതിൻ്റെ ആൻസർ ഉണ്ടെങ്കിലേ നമുക്ക് ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. 4 ഷെഡ്യൂൾ വരച്ചേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ അക്കൗണ്ട് ചെയ്യാം. റവന്യൂ അക്കൗണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റവന്യൂ അക്കൗണ്ടാണ് ഫോം 6 അലയൻസ് ഇൻഷുറൻസ് കോർപ്പറേഷൻ റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2018. പ്രീമിയം ഏൺഡാണ് നമ്മൾ കാണിക്കുന്നതിന് ഒന്നാം ഷെഡ്യൂൾ. ടോട്ടലുണ്ട് 86,750. നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് വരുന്ന ആദ്യ ഐറ്റം ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻ്റ് ആണ്. നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടായിരുന്നു 56,350. ഒപ്പം നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് അക്രൂഡ് കിട്ടാനുള്ളത് 9,650. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തു. ടോട്ടൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് ഗ്രോസ് വരുന്ന 66,000. ഓക്കെ, ടോട്ടൽ ചെയ്തു. ഇൻകം സൈഡ് ഓക്കെ ആയി. ഇനി എക്സ്പെൻസ് സൈഡിൽ രണ്ടാം ഷെഡ്യൂൾ കമ്മീഷൻ നമ്മൾ കണ്ടുപിടിച്ചു 4,650. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മളിപ്പം കണ്ടുപിടിച്ചു 16,250. ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ ബി കിട്ടി. ഇനി ഒരു പാർട്ട് കൂടെയുണ്ട് എക്സ്പെൻസിന്. അവിടെ ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മുടെ 4ാം ഷെഡ്യൂളാണ് വരുന്നത്. 4ാം ഷെഡ്യൂൾ പ്രകാരമുള്ള ടോട്ടൽ നമ്മൾ എഴുതി. പിന്നെ മറ്റൊരു ഐറ്റം തന്നിട്ടുണ്ട്, ബോണസ് ഇൻട്രഡക്ഷൻ ഓഫ് പ്രീമിയം. നമ്മൾ ആദ്യമേ റവന്യൂ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. അപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ട് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുക. ശേഷം അവർ ഈ സറണ്ടേഴ്സ് ഇവിടെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. സറണ്ടേഴ്സ് ബെനിഫിറ്റ്സ് പേടി കാണിച്ചാൽ മതി. ഈ പുസ്തകത്തിലെ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ സറണ്ടേഴ്സ് എവിടെ വരും? ഈ ബെനിഫിറ്റ്സ് പേഡിൽ ആഡ് ചെയ്ത് വരും കേട്ടോ. 4ാം ഷെഡ്യൂളിൽ വരേണ്ട ഒരു ഐറ്റമാണ് സറണ്ടേഴ്സ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്. കാരണം സറണ്ടേഴ്സ് വരേണ്ടത് ബെനിഫിറ്റ്സ് പേഡിലാണ്. അവർക്ക് തെറ്റുപറ്റിയതാണ്, നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. അപ്പോൾ ഈ സറണ്ടേഴ്സ് എവിടെ നിങ്ങൾ ആഡ് ചെയ്യണം? ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന ഷെഡ്യൂൾ വരയ്ക്കുമ്പോൾ, അതായത് നമ്മുടെ ബെനിഫിറ്റ്സ് പെയ്ഡ് കണ്ടോ, ഈ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ അകത്താണ് സറണ്ടേഴ്സ് കൂടെ കൂട്ടിയുള്ളതായിരിക്കണം അതിൻ്റെ ടോട്ടൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കൊരു മിസ്റ്റേക്ക് വന്നതാണ്, സറണ്ടേഴ്സ് വരത്തില്ല. പിന്നെ ഡിവിഡൻറ്റ് പെയ്ഡ് എഴുതുക. ഡിവിഡൻറ്റ് പെയ്ഡ് ബോണസ് ടു പോളിസി ഹോൾഡേഴ്സും ഡെബിറ്റ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ആണ്, എഴുതുക. ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ സി കിട്ടി. അപ്പോൾ എക്സ്പെൻസ് എല്ലാം ആയി. ഇനി നമുക്ക് സർപ്ലസ് കണ്ടുപിടിക്കണം. സർപ്ലസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇൻകം ആണ്. ഇൻകത്തിൻ്റെ ടോട്ടൽ എ, ഇത് രണ്ടും എക്സ്പെൻസ് ആണ്. സോ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുക. എ മൈനസ് ബി മൈനസ് സി. സർപ്ലസ് കിട്ടി 2,250. ഇവിടെ മറ്റ് അപ്രോപ്രിയേഷൻസ് ഒന്നും പറയാത്തത് കൊണ്ട് ടോട്ടൽ എമൗണ്ടും ട്രാൻസ്ഫർ ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ 2,250. അപ്പോൾ ഇതാണ് ബാലൻസ് ഇൻ റവന്യൂ അക്കൗണ്ട്. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ബാലൻസ് ഇൻ റവന്യൂ അക്കൗണ്ട്. ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരം ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ കൂടെ കൂട്ടിയെടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ കണക്കിൽ ഇത് കണ്ടുപിടിക്കുമായിരുന്നു, കാരണം റവന്യൂ അക്കൗണ്ട് അവിടെ പ്രിപ്പയർ ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ആ ബാലൻസ് തുക കിട്ടി. ഇത് വേണം നമ്മൾ ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ വ്യക്തമായിട്ട് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ മറ്റ് ഷെഡ്യൂളുകളിലേക്ക് കിടക്കാം. ആദ്യം 5ാം ഷെഡ്യൂൾ നോക്കാം. 5ാം ഷെഡ്യൂൾ ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ ഒരേ ഒരു ഐറ്റമായിട്ട് തന്നിട്ടുണ്ട് 50,000. ബോറോവിങ്സ് തന്നിട്ടില്ല, അതുകൊണ്ട് റിസർവ് ആൻഡ് സർപ്ലസ് ഇവിടെ തന്നിട്ടില്ല. 6ാം ഷെഡ്യൂൾ റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ഒന്നും തരാത്തതുകൊണ്ട് 6 വരച്ചില്ല. 7 ബോറോവിങ്സ് ആണ്, ഐറ്റം ഒന്നുമില്ല, അതുകൊണ്ട് അതും വരച്ചില്ല. 8 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലോണാണ്. ലോൺ എമൗണ്ട് തന്നിട്ടുണ്ട്. മോർഗേജസ് ഇൻ ഇന്ത്യ ലോൺ ഓൺ പോളിസീസും തന്നിട്ടുണ്ട്. രണ്ടുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 10ാം ഷെഡ്യൂൾ ഫിക്സ്ഡ് അസറ്റ് ആണ്. ഒരേ ഒരു ഫിക്സ്ഡ് അസറ്റേ തന്നിട്ടുള്ളൂ, ഫ്രീ ഹോൾഡ് പ്രിമൈസസ് എടുക്കുക. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട്, എടുത്തെഴുതുക. പിന്നെ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്, അവിടെ ഇൻട്രസ്റ്റ് അക്രൂഡ്
നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ടായിരുന്നു കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് അതർ അസറ്റ്സിൽ വരും. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം കിട്ടാനുള്ളത് കൊണ്ട് തന്നെ അതർ അസറ്റ്സിൻ്റെ ഭാഗമാണ്. ഏജൻസ് ബാലൻസ് എമൗണ്ട് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് അതും അതർ അസറ്റ്സ് ആണെന്ന് മനസ്സിലായി. റീഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ ആണ് കിട്ടാനുള്ളതായതുകൊണ്ട് അതും അതർ അസറ്റ്സ് ആണ്. ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ് നമുക്കറിയാം 13,500 അല്ലേ. 13,500ൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കട്ടെ. ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ്സ് ആണ്, അതും അതർ അസറ്റ്സിൻ്റെ അകത്ത് വരുന്ന ഒരു ഐറ്റമാണ്. കൂട്ടുക, അപ്പോൾ ഈ ടോട്ടൽ കിട്ടി. ഇനി കറണ്ട് ലൈബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് നോക്കുക. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് തന്നിട്ടുള്ളത്. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്കറിയാം ക്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നേക്കുന്ന ക്ലെയിം കൊടുക്കാനുണ്ട്. അപ്പം കൊടുക്കാനുള്ളതെല്ലാം കറണ്ട് ലൈബിലിറ്റീസ് അല്ലേ, എഴുതുക. മാനേജ്മെൻറ്റ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, കൊടുക്കാനുണ്ട്, അതും കറണ്ട് ലൈബിലിറ്റീസ് ആണ്. ടോട്ടൽ 4,600. ഇനി എളുപ്പമാണ്, ബാലൻസ് ഷീറ്റിലേക്ക് വരാം. ഇവിടെ നോക്കിയാൽ അറിയാം ബാലൻസ് ഷീറ്റാണ്. ഫോം എ BS അലയൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31 March 2018. സോഴ്സസ് ഓഫ് ഫണ്ട്സ്, ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 5 ₹50,000. റിസർവ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 6 ഐറ്റം ഇല്ല. ബോറോവിങ്സ് 7 ഐറ്റം ഇല്ല, ഇല്ലെങ്കിലും ബാലൻസ് ഷീറ്റിൽ കാണിക്കണം ഇതൊക്കെ. നെക്സ്റ്റ് ആണ് പോളിസി ഹോൾഡേഴ്സ് ഫണ്ട്സ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ലൈഫ് അഷുറൻസ് ഫണ്ട് എടുക്കുക. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 14,86,150. അതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? ബാലൻസ് ഇൻ റവന്യൂ അക്കൗണ്ട് ആഡ് ചെയ്യണം. ഇവിടെ ബാലൻസ് ഇൻ റവന്യൂ അക്കൗണ്ട് വർക്കിംഗ് നോട്ട് പ്രകാരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ 2,250. സോ നമ്മൾ പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കുക. ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ കൂടെ ബാലൻസ് ഇൻ റവന്യൂ അക്കൗണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ അതും കിട്ടി. ടോട്ടൽ ചെയ്യുമ്പോൾ 15,38,400. അപ്പോൾ നമ്മുടെ ലൈബിലിറ്റീസ് ഉണ്ട് ടോട്ടലായി. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് അഥവാ അസറ്റ്സിൻ്റെ ഭാഗമാണ്. ആദ്യം 8ാം ഷെഡ്യൂൾ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എഴുതുക. 9ാം ഷെഡ്യൂൾ ലോൺസ് എമൗണ്ട് എഴുതുക. ഫിക്സഡ് അസറ്റ്സ് 10ാം ഷെഡ്യൂൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കറണ്ട് അസറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഐറ്റം എഴുതുക, കോളൻ ഇടുക. താഴെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 11ാം ഷെഡ്യൂൾ എമൗണ്ട് എഴുതുക. അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് 12ാം ഷെഡ്യൂൾ എമൗണ്ട് എഴുതുക. ഇനി എന്നാ എടുക്കണം? 11ഉം 12 കൂട്ടി സബ് ടോട്ടൽ എ കാണിക്കുക. അപ്പോൾ 3,650 പ്ലസ് 33,950 സബ് ടോട്ടൽ എ 38,600. ഇനി കറണ്ട് ലൈബിലിറ്റീസ് 13 എഴുതുക. 4,600. 14 പ്രൊവിഷൻസ് ആണ്, ഈ കണക്കില്ലാത്തതുകൊണ്ട് അത് എഴുതിയിട്ടില്ല കേട്ടോ. 13 എഴുതി അതിൻ്റെ ടോട്ടൽ എടുക്കുക. 13ഉം 14 കൂട്ടുന്നതാണ് സബ് ടോട്ടൽ ബി. അപ്പോൾ 4,600 തന്നെ വന്നു. ഇനി നെറ്റ് കറണ്ട് അസറ്റ് കണ്ടുപിടിക്കുക. എന്നാ എടുക്കണം? കറണ്ട് അസറ്റിൻ്റെ ടോട്ടലിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റീസിൻ്റെ ടോട്ടൽ കുറയ്ക്കുക. അതായത് A മൈനസ് B. 38,600 മൈനസ് 4,600. അപ്പം നെറ്റ് കറണ്ട് അസറ്റ് 33,000. സോ ഇവിടെ 14ാം ഷെഡ്യൂളും 15ഒന്നും വന്നിട്ടില്ല. ടോട്ടൽ ചെയ്യുക. ഈ സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ കറക്റ്റ് ടാലി ആവും. 15,38,400 തന്നെ നമുക്ക് കിട്ടും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ശരിയാണോ എന്ന് അറിയാനൊരു മാർഗ്ഗമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടല്ലേ പരീക്ഷ വരുമ്പോൾ വെപ്രാളത്തിൽ. എങ്ങനെ ചെയ്യണം? ഈ 11ൻ്റെയും 12ൻ്റെയും 13ൻ്റെയും 14ൻ്റെയും നെറ്റ് എമൗണ്ട് ആണ് ഈ 33,000. അപ്പോൾ അതേ എടുക്കാവുള്ളൂ. അപ്പം 8 + 9 + 10 പ്ലസ് നെറ്റ് കറണ്ട് അസറ്റ് എടുക്കുമ്പോൾ ടോട്ടൽ ശരിയാവും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം പ്രധാനപ്പെട്ടതാണ്, രണ്ടുകൂടെ ചെയ്യുന്നതാണ്. അങ്ങനെ രണ്ടുകൂടെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് ആൻസർ ശരിയാക്കാം.